കരിന്തണ്ടൻ. പലരും ഈ പേര് കേട്ടിട്ടുണ്ടാകില്ല. താമരശ്ശേരി ചുരത്തിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട പേരാണ് കരിന്തണ്ടൻ. 12 കിലോമീറ്റർ നീളവും 9 ഹെയർപിൻ വളവുകളുമുള്ള ചുരത്തിലെ ആ മലമ്പാതയിൽ പുതഞ്ഞുകിടക്കുന്ന ഒരു കൊടും വഞ്ചനയുടെ കഥയുണ്ട്. ആ കഥ പലർക്കും അറിയില്ല. അത് കരിന്തണ്ടൻ്റെ കഥയാണ്. 1750-നും 1799-നും ഇടയിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. കരിന്തണ്ടനെക്കുറിച്ച് ആധികാരികമായി പറയാൻ സഹായിക്കുന്ന ചരിത്രമോ രേഖകളോ ഇല്ല. ആകെയുള്ളതാകട്ടെ കുറച്ച് വായ്മൊഴി കഥകളും കരിന്തണ്ടൻ്റെ കഥ പറയുന്നൊരു ചങ്ങലമരവും ആ ചങ്ങലമരത്തിലുറങ്ങുന്ന കരിന്തണ്ടൻ്റെ ആത്മാവും മാത്രമാണ്. താമരശ്ശേരി ചുരം നിർമ്മിച്ചിരിക്കുന്നത് 3 മലകളിലായിട്ടാണ്. ആ മലയടിവാരത്ത് ചിപ്പിലിത്തോട് എന്ന സ്ഥലത്തുള്ള ഒരു പണിയ കുടുംബത്തിലാണ് കരിന്തണ്ടൻ്റെ ജനനം. താമരശ്ശേരി ചുരം നിർമ്മിച്ചതിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രമായിരുന്നു കരിന്തണ്ടൻ. ബ്രിട്ടീഷുകാർക്ക് മൈസൂരിലെ ശ്രീരംഗപട്ടണത്തിലെത്തി ടിപ്പു സുൽത്താനെ കീഴടക്കാനുള്ള തടസ്സം ഈ 3 മലകൾ തന്നെയായിരുന്നു. ഈ മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാതയുണ്ടാക്കി ആ പാതയിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ മൈസൂരിലെത്തിക്കാൻ വെള്ളക്കാർ പണി 18 പയറ്റി. എന്നാൽ ഈ പാതയ്ക്കായി സർവേ നടത്താൻ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്ക് കഴിഞ്ഞില്ല. ഈ 3 മലകൾ തന്നെയായിരുന്നു കാരണം. പാത നിർമ്മിക്കാനിറങ്ങിയ നിരവധി വെള്ളക്കാർ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി. അങ്ങനെ പദ്ധതികളെല്ലാം പാളി. എന്തു ചെയ്യണമെന്നറിയാതെ പല പുതിയ പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ട് മലയടിവാരത്ത് തമ്പടിച്ച വെള്ളക്കാർ പതിവായി ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. കറുത്ത് ആരോഗ്യ ദൃഢഗാത്രനും അജാനുബാഹുവുമായ ഒരു യുവാവ് എന്നും കന്നുകാലികളെ മേയ്ക്കാനായി കാലത്ത് മലമുകളിലേക്ക് പോകുകയും വൈകിട്ട് മടങ്ങി വരികയും ചെയ്യുന്നത് വെള്ളക്കാർ കണ്ടു. അത് കരിന്തണ്ടനായിരുന്നു. മറ്റാരും അറിയരുത് എന്ന് ശട്ടം കെട്ടിയതിനു ശേഷം അവർ അതീവ രഹസ്യമായി കരിന്തണ്ടൻ്റെ സഹായം തേടി. കാരണം തങ്ങൾ ഒരു കറുത്തവനായ ആദിവാസി യുവാവിൻ്റെ സഹായം തേടിയത് പുറം ലോകമറിഞ്ഞാൽ അത് തങ്ങൾക്കു തന്നെ മാനക്കേടാകുമെന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നു. വളരെ വിചിത്രമായ രീതിയിൽ എളുപ്പത്തിൽ കയറാവുന്ന മലമടക്കുകൾ അടയാളപ്പെടുത്തി കരിന്തണ്ടൻ വെള്ളക്കാർക്കു നൽകി. ഇതിനായി ബുദ്ധിമാനായ കരിന്തണ്ടൻ കണ്ടെത്തിയ ഉപായം ഇതായിരുന്നു. കരിന്തണ്ടൻ തൻ്റെ കന്നുകാലികളെ ഭയപ്പെടുത്തി വിരട്ടിയോടിച്ചു. ആ കന്നുകാലികൾ വിരണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കയറാവുന്ന വഴികളിലൂടെ മലമുകളിലേക്ക് പാഞ്ഞു. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പാത നിർമ്മിക്കാനുള്ള രേഖ അടയാളപ്പെടുത്തി കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്കു നൽകി. തങ്ങൾ മാസങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കഴിയാത്ത കാര്യം നിസ്സാരനായ ഒരു ആദിവാസി യുവാവ് വളരെ പെട്ടെന്ന് സാധിച്ചപ്പോൾ ബ്രിട്ടീഷുകാരായ എഞ്ചിനീയർമാർക്കും ശിങ്കിടികളായ നാട്ടുപ്രമാണിമാർക്കും കടുത്ത അസൂയയും അമർഷവും ഉണ്ടായി. ഒരുപാട് കാലം പരിശ്രമിച്ച് തോറ്റ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകൾക്ക് ഒരു സാധാരണക്കാരനായ ആദിവാസി യുവാവിൻ്റെ സഹായത്തോടെ ടിപ്പുവിനെതിരെ പടയോട്ടം നടത്താനുള്ള താക്കോൽ പാത തുറന്നത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് കരിന്തണ്ടൻ്റെ സഹായം തേടിയതെങ്കിലും അയാൾ ജീവിച്ചിരുന്നാൽ ഈ രഹസ്യം എന്നെങ്കിലും ഒരിക്കൽ പുറത്താകുമെന്നും അത് തങ്ങൾക്ക് തീരാ നാണക്കേടാകുമെന്നും വെള്ളക്കാരും ശിങ്കിടികളും ഭയപ്പെട്ടു. അതിനായി അവർ കണ്ടെത്തിയ മാർഗം അതിക്രൂരമായിരുന്നു. കരിന്തണ്ടനെ വകവരുത്താനായിരുന്നു അവരുടെ പദ്ധതി. കരിന്തണ്ടൻ ഇല്ലാതായാൽ മലകൾക്കിടയിലൂടെ പാത നിർമ്മിക്കാനുള്ള രേഖ അടയാളപ്പെടുത്തിയത് അയാളാണെന്നുള്ള രഹസ്യം മണ്ണടിയുമെന്നും പാത നിർമ്മിച്ചത് തങ്ങളാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നും ആ കുബുദ്ധികൾ കണക്കുകൂട്ടി. എന്നാൽ നേർക്കുനേരെ കരിന്തണ്ടനോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചതിയിൽപ്പെടുത്തി കരിന്തണ്ടനെ വകവരുത്താൻ അവർ പദ്ധതി തയ്യാറാക്കി. കരിന്തണ്ടൻ്റെ കയ്യിൽ പണിയ സമുദായത്തിൻ്റെ അധികാരമായി ധരിക്കുന്ന ഒരു ആചാരവള ഉണ്ടായിരുന്നു. അവരുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ വിലപ്പെട്ടതായിരുന്നു ആ ആചാരവള. ഒരു ദിവസം വൈകുന്നേരം കാലികളെയും തെളിച്ചുകൊണ്ട് മടങ്ങി വരുന്ന വഴി കരിന്തണ്ടൻ ഒരു കാട്ടുചോലയിൽ കുളിക്കാനിറങ്ങുന്ന നേരത്ത് കരിന്തണ്ടൻ ആ ആചാരവള ഊരി കരയിൽ വെച്ചു. ആചാരവളയില്ലാതെ കരിന്തണ്ടന് ഊരിലേക്ക് പോകാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്ന സായിപ്പിൻ്റെ ശിങ്കിടികൾ ആചാരവള മോഷ്ടിച്ചു. ആ ദുഷ്ടന്മാർ കണക്ക് കൂട്ടിയതുപോലെ തന്നെ ആചാരവളയില്ലാതെ ഊരിലേക്ക് പോകാൻ കഴിയാതിരുന്ന കരിന്തണ്ടൻ ആ വളയും തിരഞ്ഞുകൊണ്ട് ആ രാത്രി കാട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. തളർന്നു മയങ്ങിയ കരിന്തണ്ടൻ്റെ ജീവൻ രാത്രിയുടെ മറവിൽ സായിപ്പിൻ്റെ തോക്ക് കവർന്നെടുത്തു. സത്യത്തെ എല്ലാ കാലവും മൂടിവെക്കാൻ കഴിയില്ല എന്നത് ഒരു പ്രപഞ്ച സത്യം തന്നെയാണ്. പതിയെ പതിയെ താമരശ്ശേരി ചുരത്തിനു പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കരിന്തണ്ടൻ്റേതായിരുന്നു എന്നും ആ യുവാവിനെ വെള്ളക്കാരും ശിങ്കിടികളും ചേർന്ന് ചതിച്ചു കൊല്ലുകയായിരുന്നു എന്നുമുള്ള സത്യം ജനങ്ങൾ അറിഞ്ഞു. എന്നാൽ തീർത്തും ദുർബലരായിരുന്ന കരിന്തണ്ടൻ്റെ ബന്ധുക്കൾക്ക് വെള്ളക്കാർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കടുത്ത ജാതി ചിന്തയും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് കരിന്തണ്ടന് വേണ്ടി സംസാരിക്കാൻ ആരുമുണ്ടായില്ല.
അങ്ങനെ കാലങ്ങൾ കഴിയും തോറും കരിന്തണ്ടൻ വെറുമൊരു ഓർമ്മ മാത്രമായി പലർക്കും. പിന്നെ പിന്നെ കരിന്തണ്ടൻ്റെ ഓർമ്മ പോലും വിസ്മൃതിയിലേക്ക് ആണ്ടുപോയി. എന്തായാലും നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ചുരത്തിൽ അടിക്കടി മണ്ണിടിച്ചിലുകളും വാഹനാപകടങ്ങളും വർദ്ധിച്ചു വന്നു. ഇത് കരിന്തണ്ടൻ്റെ ആത്മാവ് കോപിച്ചത് കൊണ്ടാണെന്ന് ചിലർ വ്യാഖ്യാനിച്ചു. അവർ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ആവാഹിച്ചു എന്ന പേരിൽ ഒരു ചങ്ങല അവിടെയുള്ള ഒരു മരത്തിൽ ബന്ധിച്ചു. ഇന്നും കരിന്തണ്ടൻ ഓർമ്മിക്കപ്പെടാൻ കാരണം ആ ചങ്ങല മരം മാത്രമാണ്. അല്ലായിരുന്നുവെങ്കിൽ ആ പേര് പോലും ഇപ്പോൾ മൺമറഞ്ഞു പോകുമായിരുന്നു. ഈ ചങ്ങലമരം മാത്രമാണ് ഇന്ന് ഭൂമിയിൽ കരിന്തണ്ടനുള്ള ഒരേയൊരു സ്മാരകം. ചുരത്തിൻ്റെ അവസാനമായ ലക്കിടിയിലെത്തുമ്പോൾ ആ ചങ്ങലമരം കരിന്തണ്ടനെക്കുറിച്ച് നമ്മളോട് പറയാതെ പറയും. പറഞ്ഞറിവും കേട്ടറിവും വെച്ച് പടിഞ്ഞാറത്തറ അയ്യപ്പൻ എന്നൊരു ചിത്രകാരൻ കരിന്തണ്ടൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. വയനാടൻ ചുരത്തിന് കരിന്തണ്ടൻ്റെ പേരിടണം എന്ന വാദവും ഇടയ്ക്ക് ശക്തമായിരുന്നു. ഇതൊന്നുമില്ലെങ്കിലും ഒരിക്കൽ കരിന്തണ്ടൻ്റെ കഥ കേൾക്കുന്നവരുടെ മനസ്സിൽ നിന്ന് കരിന്തണ്ടൻ ഒരിക്കലും മാഞ്ഞു പോകില്ല.